നമസ്കാരം. ആലപ്പുഴ ജില്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്പലപ്പുഴ താലൂക്കാണ്. അമ്പലപ്പുഴ താലൂക്കിലൂടെ നടത്തിയ ഒരു യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ആലപ്പുഴ ജില്ലാ ആസ്ഥാനം ഉൾക്കൊള്ളുന്ന താലൂക്കാണ് അമ്പലപ്പുഴ. ആകെ 13 വില്ലേജുകളാണ് ഈ താലൂക്കിൽ. കൃഷി, മത്സ്യബന്ധനം, കയർ വ്യവസായം എന്നിവയാണ് പ്രധാന തൊഴിൽ മേഖലകൾ. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത്. ഈ പ്രദേശം ഐതിഹാസികമായ ഒട്ടേറെ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അമ്പലപ്പുഴ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി അമ്പലപ്പുഴ സന്ദർശിക്കുന്നു. കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുവന്നേടായ പുന്നപ്ര വയലാർ സമരം നടന്ന പുന്നപ്ര അമ്പലപ്പുഴ താലൂക്കിന്റെ ഭാഗമാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രശസ്തമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഗുരുവായൂർ, ആറന്മുള എന്നിവയാണ് മറ്റുള്ളവ. മധ്യ കേരളത്തിലുള്ള ഗുരുവായൂരിന് തുല്യമായി തെക്കൻ കേരളത്തിലുള്ള ക്ഷേത്രമായതിനാൽ തെക്കൻ ഗുരുവായൂർ എന്ന ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. AD 1545 ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണനാണ് ഈ ക്ഷേത്രം പണിയെടുപ്പിച്ചത്. ഇവിടുത്തെ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണ്. മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യ തന്റെ യൗവനത്തിൽ അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് തുള്ളൽ തുടങ്ങാൻ പ്രചോദനമുണ്ടായത് ഇവിടെ വെച്ചാണ്. മീനമാസത്തിൽ തിരുവോണമാറാട്ടായി 10 ദിവസം ഉത്സവം, മകരമാസത്തിൽ 12 ദിവസം നടക്കുന്ന കളഭാഭിഷേകം, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. ചരിത്ര പ്രസിദ്ധമായ ചെമ്പകശ്ശേരി അമ്പലപ്പുഴ രാജാക്കന്മാരുടെ ആസ്ഥാനം ക്ഷേത്രത്തിന് അടുത്തായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കീഴിലുള്ള തിരുവിതാംകൂർ രാജ്യം കീഴടക്കുന്നതുവരെ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അമ്പലപ്പുഴ ചെമ്പകശ്ശേരിയുടെ കീഴിൽ ഒരു സ്വതന്ത്ര രാജ്യമായി തുടർന്നു. അതിനുശേഷം ചെമ്പകശ്ശേരി രാജകുടുംബം ക്ഷയിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ തെക്ക് ദേശീയപാതയ്ക്ക് സമീപമുള്ള ഒരു തീരദേശ നഗരമാണ് അമ്പലപ്പുഴ. ടൗൺ ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ കിഴക്കായാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലപ്പുഴ എന്ന് കേട്ടാൽ ആദ്യം നാവിലൂറുക പാൽപ്പായസത്തിന്റെ മധുരം. എന്നാൽ ഓട്ടംതുള്ളൽ പിറവി കൊണ്ടതും ഈ മണ്ണിൽ തന്നെ. വേലകളിയും പ്രസിദ്ധം. കൂടാതെ അമ്പലപ്പുഴ തെക്കൻ ഗുരുവായൂർ എന്ന വിളിപ്പേർ. ചെമ്പകശ്ശേരി എന്ന നാട്ടുരാജ്യത്തിലായിരുന്ന ഈ പ്രദേശം അമ്പലപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നതിനും ഒരു ഐതിഹ്യമുണ്ട്. ഇതിൽ പ്രധാന അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യപ്രകാരം ഇല്ലമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത്. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയം കർണാനന്ദകരമായ ഉടക്കുഴ വദനം കേട്ട് രാജാവ് ചുറ്റുപാടുന്നു. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. രാജാവ് വിവരം സ്വാമിയാരെ അറിയിച്ചു. തന്നെ തൊട്ടുകൊണ്ട് ആ അരയാലിലേക്ക് നോക്കാൻ സ്വാമി പറഞ്ഞു. സ്വാമിയാർ പറയുന്ന പ്രകാരം രാജാവ് ചെയ്തപ്പോൾ ശ്രീകൃഷ്ണ ദർശനം കിട്ടിയെന്നാണ് വിശ്വാസം. ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് ക്ഷേത്രം ഇവിടെ പണിയപ്പെട്ടതെന്ന് ഐതിഹ്യം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് അമ്പലപ്പുഴ എന്ന പേര് കിട്ടിയതെന്നും പറയുന്നു. നാരായണത്ത് ഭദ്രനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു. അപ്പോൾ ആ വഴി വന്ന നാരായണത്ത് ഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്ത് വെച്ചെന്നും വായിലെ മുറുക്കാനുറപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു. താമ്പൂല ഒഴുക്കി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് താമ്പൂലപ്പുഴയായെന്നും പിന്നീട് അമ്പലപ്പുഴയായെന്നും പറയപ്പെടുന്നു. തന്ത്രിമാരെ പറ്റിയും ഐതിഹ്യമുണ്ട്. തുടക്കത്തിൽ കടിയക്കോൽമണയിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത്. തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കളിയക്കോൾ നമ്പൂതിരി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ പാതി താന്ത്രികാവകാശം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഉടൻ വിഗ്രഹത്തിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് അഴുക്കുവെള്ളവും തവളയും പുറത്തിയാടിയത്രേ. തുടർന്ന് അന്ന് താന്ത്രിക സ്ഥാനം പങ്കുവച്ചു. ചങ്ങനാശ്ശേരി
കുറിച്ചി ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് തെളിഞ്ഞു. അങ്ങനെയാണ് ആ വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിക്കുന്നത്. എത്തിയപ്പോഴേക്കും വൈകിയതിനാൽ ചമ്പംകുളത്തെ മാപ്പിളശ്ശേരി ക്രൈസ്തവ കുടുംബത്തിൽ വിഗ്രഹം ആചാരപ്രകാരം സൂക്ഷിച്ചു. പിറ്റേന്ന് വള്ളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തിച്ചു. അതിന്റെ ഓർമ്മ പുതുക്കിയാണ് ചമ്പക്കുളം രാജപ്രമുഖൻ മൂലം വള്ളംകളി നടന്നുവരുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നുള്ള അവകാശികൾ ചെന്ന ശേഷമാണ് മൂലം വള്ളംകളി ആരംഭിക്കുന്നത്. അമ്പലത്തിന് പ്രതിഷ്ഠ ഇത് വലിയൊരു പ്രതിമ. നേരെ കിട കുഞ്ഞു അവിടെ ദ്രോണമാറ് പാവ കിടക്കട്ടെ.